കന്നിക്കുസൃതി കാണിച്ച പോലെ ബ്രസ്റ്റ് മാറും മുലയും എല്ലാം കാണിക്കുന്നു. അതിൽ ദിവ്യപ്രഭ. സോഷ്യൽ മീഡിയ ഒറ്റ രാത്രി കൊണ്ട് കത്തിച്ച വ്യക്തി, അല്ലെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ചാ വിഷയമായിക്കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു പേര് മറ്റാരുടെയുമല്ല, ദിവ്യപ്രഭയുടെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ വി ഇമാജിൻ എ സ്ലൈറ്റ് എന്ന് പറയുന്ന ദിവ്യപ്രഭ, കനിക്കുസൃതിയൊക്കെയുള്ള സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു സിനിമ തിയേറ്ററിൽ ഇപ്പോൾ നമ്മുടെ തിയേറ്ററുകളിൽ റിലീസായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിനിമ വന്നതിന് ശേഷം പണ്ടത്തെ നമ്മുടെ കനിക്കുസൃതി അഭിനയിച്ചിട്ടുള്ള ബിരിയാണി സിനിമ ഉണ്ടല്ലോ, അതിനകത്തിൽ കൂടുതൽ കുറച്ച് വിഷ്വൽസ്, അങ്ങനത്തെ കുറച്ച് രംഗങ്ങൾ ഈ സിനിമയ്ക്കകത്ത് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ സിനിമ പ്രേക്ഷകരിലേക്ക് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അന്ന് കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഈ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയപ്പം ഇത്രയും ചർച്ചയും വിഷയം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ ഇതിനകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്നല്ല, ഈ സിനിമ നിർമ്മിക്കുന്നതിന് മുന്നേ തന്നെ വലിയ ചർച്ചാ വിഷയം കാര്യങ്ങളൊക്കെ ആയേനെ, ഷൂട്ടിങ് കാണാൻ ആൾക്കാരുടെ തിരക്കും വന്നേനെ. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമയുടെ ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇതിനകത്തിലെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പം എന്നിട്ട് നമുക്കിതിൻ്റെ ലിങ്ക് ഉണ്ടോ സീറ്റ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ ദാഹം തീർക്കുന്ന, കമൻറ്റ് ബോക്സുകളിൽ വന്നിട്ട് ദാഹം തീർക്കുന്ന കുറേ ആൾക്കാരെ പറ്റിയിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് കുറച്ച് പോസിറ്റീവുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ഈസ് ലൈറ്റ്. ഓക്കെ, വമ്പൻ വരവേൽപ്പ്. കാൻ ഫിലിം ഫെസ്റ്റിവൽ സിനിമയുടെ പ്രദർശനം കഴിഞ്ഞപ്പോൾ കാണികൾ 8 മിനിറ്റോളം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇത് ചരിത്രം. 77ാമത് കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ നിന്നും ഗ്രാൻഡ് പി പുരസ്കാരം നേടാനും സിനിമയ്ക്ക് കഴിഞ്ഞു. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ് ഇത്. അങ്ങനെ നേട്ടങ്ങൾ ഈ സിനിമയുടെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം 8 മിനിറ്റൊക്കെ എണീച്ച് ഇന്ന് പ്രേക്ഷകർ കൈയടിച്ചു. അത്രത്തോളം വലിയൊരു ക്രാഫ്റ്റാണ് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പം പുറത്ത്, അതായത് ഫോറിൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഇത് ഭയങ്കര സ്വീകാര്യത്തോടെ തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കേരളത്തിൽ റിലീസ് ആയപ്പോഴത്തേക്കിനും ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനിടയിൽ നിന്ന് 2-3 കമൻസ് ഉണ്ട്. കിട്ടി, കണ്ടുബോധിച്ചു, ലിങ്ക് വേണമെങ്കിൽ കയറിക്കോ മക്കളേന്ന്. അപ്പോൾ താഴെ സെൻഡ് ബ്രോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്ലീസ് സെൻഡ് ബ്രോ, പ്ലീസ് സെൻഡ് എവിടെ നിന്നൊക്കെ ചോദിച്ചു നിരന്തരം കരഞ്ഞു മെഴുകുകയാണ് ഈ ഒരു ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ദാഹിക്കുന്ന, തൊണ്ട വറ്റി നിൽക്കുന്ന എല്ലാവരുടെയും അണ്ണാക്കിലേക്ക് ഈ വെള്ളം തേവി കൊടുക്കാനെ കൊണ്ട് കുറേ സേട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ഞാൻ ഇങ്ങോട്ട് വായിക്കാവേ. വൈഫൈ സംഘടിപ്പിച്ച് പറ്റുന്ന അത്രയും ആളുകൾ അയച്ചപ്പോൾ തന്നെ 2 GB കോൺ. ഇതിനു മുന്നേ കാണാത്ത കുറേ അക്കൗണ്ടുകൾ ഇന്ന് കണ്ട് മെസ്സഞ്ചർ നിറഞ്ഞു. പിന്നെ അക്ക കിടുക്കാച്ചി സാധനം തന്നെ ഇറക്കിയിട്ടുണ്ട്. തീ സകല സോഷ്യൽ മീഡിയയിലും കൊലത്തൂക്ക്. ദിവ്യപ്രഭ is an Indian actress who predominantly appears in Malayalam films. She has starred in independent films അറിയിപ്പ് ആൻഡ് ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് 2024. പിന്നെ ഇതിൻ്റെ താഴെയും കുറച്ച് കമൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. അതും കുറച്ച് രസമാണ്. സംസാരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് എൻ്റെ ഫ്രണ്ട് ചോദിക്കാൻ ഒരു മടി. എനിക്കല്ല, അവന് വേണ്ടി ഉള്ളവർ ഒന്ന് IB അയക്കുമോ, ലിങ്ക് ആയിരിക്കും ഉദ്ദേശിച്ചത്, അയക്കുമോ? ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലിട്. ഇത്ര വലിയ കാര്യമുണ്ടോ? ആദ്യം ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് എല്ലാവർക്കും ലിങ്ക് ഷെയർ ചെയ്താൽ പോരെ. ബൈ ദ വേ എനിക്കും കൂടി തരുമോ? ഒരു തവണ വെറുതെ കാണാൻ ഉള്ളതേ ഉള്ളൂ, നോക്കി വിടാനുള്ളത് ഇല്ല. റീചാർജ് ചെയ്ത് തന്നാൽ അയക്കോ, സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ചെയ്ത് തന്നാൽ അയക്കോ. പിന്നെ മിത്രമേ നെറ്റ് വരുമ്പോൾ എനിക്കും കൂടി ഒന്ന് അയക്കോ, മറക്കരുത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിരന്തരം ഈ പറയുന്ന പോലെ നമ്മുടെ എന്താ പറയുക, ഈ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന, സെക്ഷൽ ഫ്രസ്ട്രേഷൻ അധികമായിട്ടുള്ള ആൾക്കാരുടെ ഒരു നീണ്ട കരച്ചിൽ നമുക്ക് ഈ ഒരു കമൻറ്റ് ബോക്സുകളിൽ കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഞാനിത് ഇത്രയൊക്കെ പറയുമെങ്കിലും കേരളത്തിൽ ഒരേ ഒരു നന്മമരം എന്ന് പറയുന്നത് ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ നന്മകൾ മാത്രം സംസാരിക്കുന്നത്. ഇതിന് വേറൊരു പോസ്റ്റും കൂടെ വായിക്കാവേ. അതായത് മനസാക്ഷി ഇല്ലാത്ത പുരുഷവർഗം. ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ആദ്യ ഇന്ത്യൻ സിനിമ. അന്നത് വാർത്തയായി. എത്ര പേർ അഭിനന്ദിച്ചു, എത്ര പേര് ചർച്ച ചെയ്തു. വളരെ കുറച്ച് ആളുകൾ മാത്രം മാസങ്ങൾ കഴിഞ്ഞ് ഇന്ന് വീണ്ടും ആ സിനിമ ചർച്ചയാവുന്നു. മുന്നത്തേതിനേക്കാൾ വലിയ രീതിയിൽ ആ സിനിമയിൽ ഒരു നഗ്നരംഗം ലീക്കായി പോലും അത് കാണാനുള്ള തിരക്കിലാണ് ഇവിടുത്തെ പുരുഷന്മാർ. നാണമില്ലാത്ത കമൻറ്റ് ബോക്സുകളിൽ പൈറസി കണ്ടന്റിന് വേണ്ടി യാചിക്കുന്ന, ലിംഗ് കൊണ്ട് ചിന്തിക്കുന്ന കുറേ മനുഷ്യർ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കുറേ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിൽ ഇത്തരം സിനിമകൾ, ഇത്തരം ജേണലിലുള്ള സിനിമകൾ വരാത്തതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇതൊരു കൗതുകം ഉണർത്തുന്ന വെറൈറ്റി ഓഫ് കണ്ടന്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇംഗ്ലീഷ് സിനിമകൾ നിരന്തരം ഇങ്ങനെ ഉള്ളതുകൊണ്ടും അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ നിരന്തരം ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുന്നതുകൊണ്ടും എല്ലാ ദിവസവും ഇത് തിയറി മാത്രമല്ലാതെ പ്രാക്ടിക്കലായിട്ട് അവരങ്ങനെയൊക്കെ നടക്കുന്നതുകൊണ്ടും അവർക്കിതൊന്നും വലിയ പുത്തരിയുള്ള കാര്യമല്ല. ഓക്കെ, കാര്യം അവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു സാധനമുണ്ട്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം കിട്ടുന്ന എല്ലാ നാട്ടിലെ ആൾക്കാർക്കും അത്യാവശ്യം വിവരം ബോധമുണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും ഇതുപോലെ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇതുപോലെ കിടന്ന് കരഞ്ഞ് മെഴുകി നിൽക്കുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് അനുബന്ധിച്ചിട്ടാണെങ്കിൽ ഇതിൻ്റെ തിയേറ്റർ റെസ്പോൺസ് ഒരു ചേട്ടൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ റിവ്യൂ പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കാം. ബിരിയാണി സിനിമയിൽ കന്നിക്കുസൃതി കാണിച്ച പോലെ
ബ്രസ്റ്റ് മാറും മുലയും എല്ലാം കാണിക്കുന്നുണ്ട്. ഇതിൽ ദിവ്യപ്രഭയുടെ ഷോ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയിലെ പയ്യനില്ലേ, മുറ സിനിമയിലെ പയ്യൻ, അവനാണ് ഇതിൽ ദിവ്യപ്രഭയുടെ ജോഡിയായിട്ട് കാണിക്കുന്നത്. അവൻ്റെ ഫുള്ള് ന്യൂഡ്, അവൻ്റെ നാഭിക്ക് കീഴുള്ള രോമം വരെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നത്. പിന്നെ സെക്സ് ഫുൾ ന്യൂഡായിട്ടുള്ള അവനും ദിവ്യപ്രഭയായിട്ടുള്ള സെക്സ്. ഇതൊക്കെയാണോ ഈ നമ്മുടെ കാൻ ഫെസ്റ്റിവലിലോട്ടുള്ള സെലക്ഷനിലെ മാനദണ്ഡം എന്നൊരു സംശയമുണ്ട്. ഓക്കെ, അപ്പം ഈ ചേട്ടൻ പറയുന്നത് ഇതൊക്കെയാണോ ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിലോട്ട് ഇങ്ങനെ എടുത്തേക്കുന്നതിൻ്റെ മാനദണ്ഡം എന്നുള്ളത് പറയുന്നുണ്ട്. എടി, അന്ന് ഇങ്ങനൊരു സിനിമയ്ക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടി അഭിനന്ദിക്കാൻ ഒരു പട്ടിക്കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അത്ര വലിയ ചർച്ച വിഷയമായിട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങിയതാണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ചേട്ടൻ പറയുന്നുണ്ടല്ലോ. ഞാൻ ആലോചിക്കുന്നത്, ഈ ചേട്ടൻ ഈ സിനിമ ഒരു എങ്ങനെ പോയാലും 1 മണിക്കൂറെങ്കിലും മിനിമം ഉണ്ടാവുമല്ലോ ഈ ഒരു സിനിമ. ഈ 1 മണിക്കൂർ എങ്കിലും മിനിമം പോട്ടെ, ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ പോട്ടെ, 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ ഇരുന്ന് കണ്ടതിൽ എന്തായാലും 1 മണിക്കൂർ ഫുൾ ഈ സീൻസ് മാത്രമല്ലല്ലോ കാണിക്കുക, ബാക്കി കുറേ സാധനങ്ങളുണ്ടാവും. പുള്ളി ഈ അഭിനയം നോക്കിയില്ല, അവിടുത്തെ ക്യാരക്ടേഴ്സ് എങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് ഇതൊന്നുമല്ല, അവിടുത്തെ രംഗങ്ങൾ മാത്രമാണ് ചേട്ടൻ ഇത്ര സ്ട്രൈക്കിംഗ് ആയിട്ട് നിന്നത്. എന്നിട്ട് വന്നിട്ട് പറയാണ് ഇതൊക്കെയാണോ മാനദണ്ഡം? സർട്ടിഫിക്കറ്റ് ഉള്ളൊരു പടം തിയേറ്ററിൽ പോയി മാന്യമായിട്ടിരുന്ന് കണ്ടിട്ടാണ് ഈ സാധനങ്ങളൊക്കെ പുള്ളി പറയുന്നത്. എനിക്കറിയത്തില്ല ഇതെന്ത് അടിസ്ഥാനത്തിലാണ് ഈ സിനിമയിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ സിനിമയിൽ കാണിക്കുള്ളൂ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. എന്ത് സിനിമയാണ് ഒരു വല്ലാത്തൊരു സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഉണർന്നിരിക്കുമല്ലോ, ഉറങ്ങിപ്പോയവർ പിന്നെ ഇതൊന്നും അറിയത്തില്ലല്ലോ. ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ വിഷയമല്ലേ? ഈ സീൻ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ടിക്കറ്റ് മുടക്കിയിട്ട് അവിടെ തിയേറ്ററിൽ കയറിയിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ സീൻ എവിടെയെങ്കിലും മിസ്സായി പോയോ, അത് വിഷയമല്ലേ? അതുകൊണ്ട് ഉറങ്ങൂല, ഇത് കാണണം, കാണാതെ വിഷയമല്ലേ? എത്ര സാധാരണ ബാക്കിയുള്ള കുറേ പടങ്ങളൊക്കെ കാണാൻ പോയിട്ട് ഈ സിനിമയൊക്കെ ആണെങ്കിൽ ലാഗാണ്, ഞങ്ങൾ ഉറങ്ങിപ്പോയി, ഞാൻ ഇരുന്ന് ഫസ്റ്റ് ഹാഫ് തൊട്ടേ ഇരുന്ന് ഫുൾ ഉറക്കാറ്, സെക്കൻഡ് ഹാഫ് ഒന്നും കണ്ട പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഇത്ര ലാഗാണ്, ഡോക്യുമെൻ്റ് പോലത്തെ ഒരു സാധനമാണെന്നൊക്കെ പുള്ളിയെ ആദ്യമേ പറയുന്നുണ്ട്. ആ സാധനം കണ്ടിട്ട് ഉറങ്ങാതെ പിടിച്ചു നിന്നു, എന്ത് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. കാരണം പിന്നെ കുസൃതിയുടെ ബട്ടക്സ് ഫുള്ളും കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റേവളുടെ ഫുള്ളിങ്ങനെ അവിടെ എല്ലാം കാണിക്കുന്നുണ്ട്. ആ ദിവ്യപ്രഭയുടെ ഷോ ആണ്, അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ലാഞ്ചനയാണ്. അവൾ ആ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു ഡ്രസ്സിൽ നിൽക്കുന്നില്ലേ, അതിൻ്റെ ഒരു ഇതാണ്. ഫുള്ള് ഇതായിട്ട് ഒരു ഉളിപ്പുമില്ലാതെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണോ ഇതൊക്കെ ചേട്ടൻ പറയുന്നത്? ഒരു ഉളുപ്പില്ലാതെ കാണിക്കുന്നുണ്ടെന്ന്. ഒരു ഉളുപ്പില്ലാതെ ചേട്ടൻ പോയി കണ്ടതിന് കുഴപ്പമില്ല, അവരിങ്ങനെ ചെയ്തത് വലിയ പ്രശ്നമായി ചേട്ടന് അല്ലേ? സർട്ടിഫിക്കറ്റ് ഉള്ള പടം വന്നിട്ട് നേരെ പോയി ടിക്കറ്റ് എടുത്ത് കണ്ടു. ഇത് എന്ത് ഉളുപ്പുള്ള പരിപാടി, എന്ത് ഉളുപ്പ് ഇതൊക്കെയാണ് കാണിക്കുന്നതെന്ന് എൻ്റെ പൊന്നിയേട്ടാ, ചേട്ടൻ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ പോയത്. പിന്നെ ഒരു കാര്യമുണ്ട്, സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തുണ്ടുപടം കാണിക്കുക എന്നുള്ളത് മാത്രമല്ല, കുറച്ച് വയലൻസ് ഉള്ള സാധനം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വരും. പക്ഷേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രതീക്ഷിച്ച് വേണ്ടേ ഈ പറയുന്ന ചേട്ടനൊക്കെ സിനിമ കാണാൻ പോവാൻ. സിനിമയ്ക്ക് ചിലപ്പം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ സെലക്ഷൻ കിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. വളരെ അതിശയപ്പെട്ടു ഞാൻ. ഇത് കാൻ ഫിലിം ഫെസ്റ്റിവലൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിനെന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടാവുമെന്ന് കരുതി. പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി ഇല്ല. ഈ സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ടും കാണിക്കുന്നത്. പിന്നെ സ്ത്രീകളുടെ വക നമ്മൾ പുരുഷന്മാർ അശ്ലീലം സിനിമയിലെ കാണിക്കും. ഇതിൽ പിന്നെ ഈ ദിവ്യപ്രഭയ അശ്ലീലം പറയാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടി വച്ചിട്ടുള്ളത് പോലെയാണ്. പിന്നെ അതിൽ വ്യത്യസ്തമായിട്ട് അഭിനയമുള്ള അസീസ് നെടുമങ്ങാട്, പുള്ളി സാധാരണ ഒരു കോമഡി വേഷത്തിലല്ലേ, പുള്ളിയൊരു ഡോക്ടറായിട്ടാണ് അഭിനയിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്ത് കണ്ടിട്ടാണ് ഈ സിനിമ OTT-യിൽ നിന്ന് എടുത്തിട്ടില്ല എന്ന് ഇങ്ങനെ കനിക്കുസതി കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഇതിൽ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടോ, OTT-കാരൊന്നും ഏറ്റെടുക്കുന്നില്ല. ഇതിൽ എന്താണ് ഏറ്റെടുക്കാനുള്ളതെന്ന് മാത്രമുള്ള ഒരു കണ്ടൻറ്റും ഈ സിനിമയിലില്ല. അത് പറ, OTT-യിൽ എടുക്കത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് ചേട്ടൻ പൈസയും മുടക്കി സിനിമ കാണാൻ തിയേറ്ററിൽ പോയത്. എന്നിട്ടാണ് വന്നിരുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ ഇതൊക്കെ കൊടുക്കുള്ളൂ എന്നൊക്കെ ഉള്ളതെന്ന് പറഞ്ഞത്. ഞാൻ ആലോചിക്കുന്നു, ഇതൊക്കെ ഈ ഒരു റിവ്യൂ പറഞ്ഞിട്ട് ശേഷം ഈ ചേട്ടൻ്റെ വീട്ടുകാരൊക്കെ ഈ ഒരു ഇത് കാണുമ്പോൾ എന്തായിരിക്കും പറയാന്നുള്ളത് എനിക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും ചേട്ടൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള ഒപ്പീനിയൻ ചേട്ടൻ പറഞ്ഞത്, ചേട്ടൻ്റെ പെർസ്പെക്റ്റീവ് ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ അതുവഴി എങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ കമൻറ്റ് ബോക്സിൽ കിടന്ന് കരഞ്ഞു മെഴുകുന്ന കുറേ ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനൊരു സിനിമ വരുമ്പോൾ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ലിങ്ക് ഉണ്ടോ സേഠ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതിൻ്റെ മെയിൻ പ്രശ്നം ഈ ആൾക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഇവർ സെക്ഷൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ എങ്ങനെ മുദ്ര കുത്തി അങ്ങനെ മാറ്റി നിർത്തുന്നതിന് മുന്നേ ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ആയി, അല്ലെങ്കിൽ ഇവരെ പിന്തിരിപ്പിക്കാൻ ആൾക്കാർക്ക് കഴിഞ്ഞില്ല എന്നുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു ന്യൂഡിറ്റി, സെക്ഷൽ ഈ സാധനങ്ങളൊക്കെ സിനിമയിൽ കാണിക്കുക എന്നൊക്കെ പറഞ്ഞത് നമുക്കറിയാത്തതോ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സാധനങ്ങളൊന്നും അല്ലല്ലോ. ഒരു സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ അത് ഇത് തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അല്ലേ. ഒന്നുകിൽ വയലൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ക്രൈറ്റീരിയ വരുന്നത് എന്താണോ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആ ഒരു പടം കാണാൻ പോകുന്നത്. അത് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ലിങ്ക് ഉണ്ടോ സേട്ടാന്ന്. അത്ര ബുദ്ധിമുട്ടാണ്. OTT വരുന്നിടം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ പൈസ മുടക്കി തിയേറ്ററിൽ പടം കാണാൻ പോകും.
ഇവിടെ കിടന്ന് ലിങ്ക് ഉണ്ടേ താന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് ഇരക്കുകയാണ് കുറേ എണ്ണം. ഓക്കെ, ഇപ്പം നിങ്ങളെ ഞാൻ കുറ്റം പറയാത്തതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികമായിട്ട് പറയാത്തതിൻ്റെ കാര്യം, ഈ എന്താ പറയുക, നമ്മൾ ഈ സ്കൂളുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ടീനേജ് പ്രായത്തിലൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ട ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷനെ എങ്ങനെയൊക്കെ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ പബ്ലിക്കായിട്ട് നിൽക്കുമ്പോൾ മാന്യമായിട്ട് എങ്ങനെ നിങ്ങൾക്ക് അത് ഒതുക്കി വെക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു മര്യാദ കാണിക്കാം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. അല്ലാതെ പണ്ടത്തെ കുറേ ഈ മുതുക്ക് കളവന്മാർ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നൊരു സാധനമുണ്ട്, എന്തോന്ന് മുത്തുചീപ്പി പഠിപ്പിക്കാൻ കൊടുക്കാനാണെന്നൊക്കെയാണ്. അതുകൊണ്ടൊക്കെയാണ് പിന്നെ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ അവർ ഈ പറയുന്ന ആ ഒരു നാട്ടിലൊക്കെ എല്ലാവരും ഭയങ്കര പൂർണ്ണ മനസ്സോടെ ഈ സിനിമയെ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള മലയാളികൾക്കാണ് ലിങ്ക് ഉണ്ടോ സേട്ടാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഓരോ പടത്തിന് അതിൻ്റേതായിട്ടുള്ള ജേണലുണ്ട്. ഇവിടെ ഇത്രയിലാണെങ്കിൽ ഒരു 10, 20, 50 സിനിമകളൊക്കെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിൽ വളരെ നോർമലായിട്ട് നടക്കുന്ന ഒരു സംഭവമായിട്ട് മാറും. ഇതിപ്പോൾ പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തപ്പോൾ അയ്യോ ലിങ്ക് കൊണ്ടേത്താ എന്തുവാടേ ഇതൊക്കെ ഇനി ഏത് കാലത്ത് മാറാൻ ഇങ്ങനത്തെ ഈ ഒരു മൈൻഡ് സെറ്റൊക്കെ. ഇത് വർഷം 2024 ബ്രോ.